നിന്ന് കിട്ടേണ്ട സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കാര്യക്ഷമതയോടെ, സുതാര്യമായ നിലയിൽ ലഭിക്കുകയാണ് ജനങ്ങളുടെ ആഗ്രഹം. അത് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. വിവര സാങ്കേതിക വിദ്യ, അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കിട്ടണം. നമ്മൾ കമ്പ്യൂട്ടർ രംഗത്ത് നമ്മൾ പിന്നിലായി. വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ പുരോഗതി വെച്ച് നോക്കിയാൽ അവിടെ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വരേണ്ടതാണ്. പക്ഷെ നമ്മൾ വളരെ പിന്നിപ്പോയി. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ജനങ്ങൾക്ക് വിവര സാങ്കേതിക വിദ്യയിലൂടെ നൽകുന്ന സേവന രംഗത്ത് മുന്നിൽ വരിക. അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് ആ രംഗത്ത് മുമ്പിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ 14 ഡിസ്ട്രിക്റ്റുകളും ഈ ഡിസ്ട്രിക്റ്റുകളായി ഇന്ത്യയിലെ മുഴുവൻ ജില്ലകളും, ഒരു സ്റ്റേറ്റിലെ മുഴുവൻ ജില്ലകളും ഈ ഡിസ്ട്രിക്റ്റായിട്ട് അതുവഴി സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമ്മൾ ആ രംഗത്ത് നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ എന്തെല്ലാം സേവനങ്ങൾ ആഗ്രഹിക്കുന്നോ ആ സേവനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വേഗത്തിൽ, സുതാര്യമായ മാർഗത്തിൽ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലഭ്യമാക്കുന്ന സാഹചര്യം വേണം. ഇന്നിപ്പോൾ ആ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റവന്യൂ വകുപ്പാണ്. 23 സേവനങ്ങൾ റവന്യൂ വകുപ്പിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട 23 സേവനങ്ങൾ ഇന്നിപ്പം അവർക്ക് ഓൺലൈനിൽ കൊടുക്കത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ പൂർത്തിയാക്കി അത് കൊടുത്തു തുടങ്ങി. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷം സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് റവന്യൂവിൽ നിന്ന് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പം ഗതാഗത വകുപ്പ് അതിന് മുമ്പോട്ട് വന്നിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇനി ഗതാഗത വകുപ്പിൽ നിന്ന് നൽകേണ്ട എല്ലാ സേവനങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു ഘടകം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ എണ്ണം, അതിൽ നഷ്ടപ്പെടുന്ന വിലപ്പെട്ട ജീവനുകളുടെ എണ്ണം, ഇതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ നമ്മൾ അപകടങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇത് കുറച്ചുകൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പോർട്ട് വകുപ്പും പോലീസ് വകുപ്പും PWDയും 3 ഡിപ്പാർട്ട്മെന്റുകളുടെയും ഫലപ്രദമായ കോർഡിനേഷൻ ആവശ്യമായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ അപകട നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അടിയന്തരമായിട്ടൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് വരുമാനം നേടിത്തരുന്ന വകുപ്പ് എന്ന നിലയിൽ ട്രാൻസ്പോർട്ടിലെ പുതിയ തസ്തികകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് അങ്ങേയറ്റത്തെ അനുഭാവപൂർവമായ ഒരു സമീപനമേ സ്വീകരിക്കത്തുള്ളൂ.